പ്രതിപക്ഷ നേതാവിന്റെ പുനർജനി പദ്ധതിക്കായി പ്രത്യേക അക്കൗണ്ട് വഴി സ്വരൂപിച്ച തുകയിൽ ഭൂരിഭാഗവും ചെലവഴിച്ച് കച്ചവടക്കാർക്ക് പ്രവർത്തന മൂലധനം നൽകുന്നതിന് വേണ്ടിയെന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ്. പ്രളയത്തെ തുടർന്ന് കേടുപാടുകൾ പറ്റിയ വീടുകളുടെ പുനർനിർമ്മാണത്തിനായും തുക ചെലവഴിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറിയിക്കാമെന്നും അമീർ അഹമ്മദ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുനർജനി പദ്ധതിക്കായി എറണാകുളത്തെ ഫെഡറൽ ബാങ്കിൽ തുടങ്ങിയ പ്രത്യേക അക്കൗണ്ട് വഴി 1,27,00,000 രൂപ സ്വരൂപിച്ചതായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ 19,55,000 രൂപ മാത്രമാണ് UK യിൽ നിന്ന് NGO വഴി അക്കൗണ്ടിലെത്തിയത്. ശേഷിക്കുന്ന തുക NRIക്കാരായ മലയാളികളിൽ നിന്നും ക്രെഡ എന്ന സംഘടനയിൽ നിന്നും BPSL തുടങ്ങിയ കമ്പനികളിൽ നിന്നും ലഭിച്ചതാണെന്ന് അമീർ അഹമ്മദ് പറയുന്നു. അതിന് മണപ്പാട്ട് ഫൗണ്ടേഷൻ ഈ അക്കൗണ്ട് ഞങ്ങളുടെ മെയിൻ അക്കൗണ്ടുമായിട്ട് കൂട്ടിക്കുഴക്കാതിരിക്കാൻ വേണ്ടി പുനർജനി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കണക്കുകളും വളരെ സുതാര്യമാണ്. അത് കൊടുത്തിട്ടുണ്ട്, വിജിലൻസിനും കൊടുത്തിട്ടുണ്ട്, ആർക്കും വേണം കൊടുക്കാനും തയ്യാറാണ്. പിരിഞ്ഞു കിട്ടിയ തുകയിൽ ഭൂരിഭാഗവും ചെലവഴിച്ചത് പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കച്ചവടക്കാർക്ക് പ്രവർത്തന മൂലധനം നൽകാനാണ്. തയ്യൽ മെഷീൻ വാങ്ങുന്നതിന് വേണ്ടി 31 ലക്ഷം രൂപയും കേടുപാടുകൾ സംഭവിച്ച വീടുകളുടെ അറ്റകുറ്റപ്പണിക്കായി 13,50,000 രൂപയും നൽകിയെന്നും അമീർ അഹമ്മദ് അവകാശപ്പെട്ടു. ഈ കണക്കുകൾ വിജിലൻസിന് നൽകിയിട്ടുള്ളതാണെന്നും അമീർ അഹമ്മദ് പറയുന്നുണ്ട്. അതേസമയം എത്ര വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നും എത്ര കച്ചവടക്കാർക്ക് പ്രവർത്തന മൂലധനം മണപ്പാട്ട് ഫൗണ്ടേഷൻ നൽകിയെന്നതിലും വ്യക്തത വരുത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ പരിശോധിച്ച ശേഷം വിവരങ്ങൾ കൈമാറാമെന്നാണ് ചെയർമാൻ അമീർ അഹമ്മദ് അറിയിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.